പ്രസംഗവേദികളെ തീപിടിപ്പിച്ച് ഒരു പെൺകുട്ടി. പ്രസംഗവേദിയിൽ ഇക്കുറിയും ആൻമരിയയ്ക്ക് എതിരാളികളില്ല. തുടർച്ചയായ 3-ാം വർഷവും സംസ്ഥാന കലോത്സവത്തിന്റെ പ്രസംഗവേദിയിൽ തീജ്വാലയാകാൻ ആൻമരിയ അജിനുണ്ടാകും. കലോത്സവത്തിലും അല്ലാതെയും പ്രസംഗവേദികളിൽ നിന്ന് ആൻമരിയ വാങ്ങിക്കൂട്ടിയ പുരസ്കാരങ്ങൾക്കും സമ്മാനങ്ങൾക്കും കയ്യും കണക്കുമില്ല. സ്വന്തമായി ശക്തമായ നിലപാടുകളുള്ള ഒരു പെൺകുട്ടി. അവൾക്കത് വെട്ടിത്തുറന്ന് ആരുടെ മുന്നിലും പറയാൻ ഒരു മാധ്യമമുണ്ട്. പ്രസംഗം. തനിക്ക് കിട്ടിയ വാക്ചാതുരിയുടെ കഴിവിനെ അതിമനോഹരമായി ഉപയോഗിച്ച് പ്രസംഗവേദികളിൽ തീജ്വാലയാകുന്ന ഒരു പെൺപുലിയുടെ കഥയാണിനി പറയുന്നത്. ആൻമരിയ അജിൻ എന്ന +1 വിദ്യാർത്ഥിനി. ഇക്കുറിയും ആൻമരിയയ്ക്ക് പ്രസംഗവേദിയിൽ ശക്തമായ വെല്ലുവിളി ഉയർന്നിരുന്നില്ല. ആധുനിക മാധ്യമ സംസ്കാരം എന്ന വിഷയത്തിൽ ശക്തമായ നിലപാടുകളും വാദമുഖങ്ങളുമാണ് കലോത്സവ വേദിയിൽ ആൻമരിയ പ്രസംഗത്തിലൂടെ മുന്നോട്ട് വെച്ചത്. വാർത്തകൾ വളച്ചൊടിക്കുന്ന സംസ്കാരം വളർന്നു വരുന്നതായും ആരെയും ഭയക്കാതെ എഴുതുകയും പറയുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തന രീതിയും മാധ്യമപ്രവർത്തകരുമാണ് പുതിയ കാലത്ത് വളർന്നു വരേണ്ടതെന്നും ആൻമരിയ പറഞ്ഞു. വർത്തമാനകാലത്ത് സ്ത്രീകൾ അഭിപ്രായ പ്രകടനത്തിൽ അടിച്ചമർത്തപ്പെടുന്നതായി തോന്നിയിട്ടുണ്ട്. തനിക്ക് നേരെന്ന് തോന്നുന്നത് ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ ഒരു മടിയും ആരും കാണിക്കരുതെന്ന് ആൻമരിയ പറയുന്നു. വിമർശനങ്ങളും വെല്ലുവിളികളും സങ്കീർണതകളും ഒരുപാടുണ്ട്. ഞാൻ അവിടെ പറഞ്ഞത് പ്രധാനമായിട്ട് 2 തലങ്ങളിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. മാധ്യമപ്രവർത്തനം എന്നുള്ളത് ഇപ്പോൾ കേവലം വാർത്താ മാധ്യമങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒന്ന് മാത്രമല്ല. ഇപ്പോൾ സമാന്തര മാധ്യമപ്രവർത്തനം നടത്തുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ കൂടിയാണ്. കേവലം ഒരു ന്യൂസ് 24 ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടുന്ന വാർത്തകൾക്കപ്പുറം അതിനോട് സമാന്തരമായിട്ട് ഒരുപാട് സ്രോതസ്സുകൾ കണ്ടുപിടിക്കാൻ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഈ 2 തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള വെല്ലുവിളികളാണ് ഞാൻ പറഞ്ഞത്. വാർത്താ മാധ്യമങ്ങളുടെ കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരന് വേണ്ടി ശബ്ദിക്കാതെ, ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാകാതെ, ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികളുടെ കോടികൾക്ക് മുൻപിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി, ഏതെങ്കിലും സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വാർത്തകളെ വളച്ചൊടിക്കുന്ന ഒരു സംസ്കാരം തീർച്ചയായിട്ടും വളർന്നു വരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിലമ്പൂർ പറമ്പ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപക ദമ്പതികളായ അജിൻ പോൾ, നയന ദമ്പതികളുടെ മൂത്ത മകളാണ് ആൻമരിയ. പ്രാസംഗികനായ അച്ഛന്റെ വഴിയാണ് ആൻമരിയയും പ്രസംഗത്തിലേക്ക് എത്തിയത്. ഒപ്പം വായനയും ആൻമരിയയെ പ്രസംഗത്തിലേക്ക് അടുപ്പിച്ചു. നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പ്രസംഗത്തേക്കാൾ നല്ല മാധ്യമമില്ലെന്നാണ് ആൻമരിയയുടെ പക്ഷം. മാന്യ സദസ്സിന് വന്ദനം എന്ന പേരിൽ ഒരു പുസ്തകവും ആൻമരിയയുടേതായി പുറത്തിറങ്ങുന്നുണ്ട്. ഏഞ്ചൽ മരിയ, ആമി മരിയ എന്നിവർ സഹോദരികളാണ്. കലോത്സവ നഗരിയിൽ നിന്നും ടീം കേരള വിഷൻ.